അവര് എത്ര പേരുണ്ടായിരുന്നടാ? അവരൊരു 10-15 പേരുണ്ടാവുന്ന പറഞ്ഞത് അല്ലേ? നീ ക്യാമ്പിലില്ലായിരുന്നു? ഭാര്യന്റെ ഒപ്പം കിടക്കാൻ പോയി അല്ലേ? എവരെ കൊണ്ട് സാധിക്കില്ല പരശുറാം. ഇല്ലെങ്കിൽ ഇന്നലെ തന്നെ എല്ലാ പട്ടികളും പിടിക്കാമായിരുന്നു. അവന് ജോസഫും ഉണ്ടായിരുന്നു അല്ലേ? കോഴിക്കോട്ട് നിന്നും കുറച്ചു പേർ വന്നിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. ഒരു അനിത, ഫിലിപ്പ്, വാസു. നിങ്ങൾ പോലീസുകാർ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. നമ്മ അറിഞ്ഞിട്ടുണ്ട്. എങ്ങനായാലും 2 ദിവസത്തിൽ എല്ലാവരെയും കസ്റ്റഡിയിൽ എടുക്കണം. അതിന് പണമോ ആളോ വണ്ടിയോ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. നാം വിട്ടുതരാം. തനിക്ക് മുതലാളി പറഞ്ഞ മനസ്സിലായല്ലോ? യെസ് സർ. ദാസപ്പ, ഊട്ടക്കൂടെ ഇവർക്ക് വയ്ക്കോ വയ്ക്കോ. നീ കഴിച്ചതാണല്ലേ? അതെ മുതലാളി. കഴിക്കാതെ വന്ന കനകൻ നിന്നെ വൈകുന്നേരം വീട്ടിൽ കേട്ടില്ല അല്ലേ? മുട്ടാൾ. അതെ, സൈബർ കാണണ്ട. അതൊക്കെ സൈബറുടെ ആൾക്കാരാ. നമ്മുടെ SP IG വരുമ്പോ ഇതുങ്ങളെ കൊണ്ടാ സൽക്കരിക്കുന്നത്. സൈബറിന്റെ ഒരു ഭാഗ്യം നമ്മുടെ സാറുമാരും. അവാ കല്യാണം കഴിഞ്ഞ 1 മാസം ഒരുമിച്ച് താമസിച്ചുള്ളൂ. തൂങ്ങി മരിക്കായിരുന്നു. അയ്യോന്റെ കർത്താവേ, ആരാണ്ട് വരുന്നു. അകത്തേക്കിരുന്നു. വേണ്ട വേണ്ട, ഒന്നും വേണ്ട. അതെ, ഡീസന്റുകാർക്ക് കടം കൊടുക്കും. കാശായിട്ട് തന്നെ വേണമെന്നില്ല. വല്ല കോഴിമുട്ട, കുരുമുളക്, ഏലം, കാപ്പിക്കുരു, അങ്ങനെ എന്തു സ്വീകരിക്കും. അതെ, നിങ്ങളോടല്ലേ പറഞ്ഞൊന്നും വേണ്ടെന്ന്. വേണ്ടെങ്കി വേണ്ട, വേണ്ടി വരുമ്പോ പറയണേ പെങ്ങളെ. മാല, വള, തിരുപ്പൻ, റിബൺ. മാല, വള, തിരുപ്പൻ. നിങ്ങളല്ലേ ഞങ്ങളെ കൊല്ലാൻ നടക്കുന്നത്? സാറേ വാ. സാറ് പേടിക്കണ്ട, ഈ വഴിയൊന്നും അങ്ങനെ ആരും വരാറില്ല. വയനാട്ടിലെ കാടുകളെ ഇവർക്കറിയുന്ന പോലെ വേറെ ആർക്കും അറിയില്ല. പാറപ്പുറത്ത് കാല് വെക്കണ്ട, നല്ല പായലുണ്ട്.
വേണ്ട. ഇതേ അതിനൊരു മാർഗമുള്ളൂ. പറിച്ചു കളയുകയോ തിരുമുകയോ ചെയ്താൽ അതിന്റെ പല്ല് പൊഴിഞ്ഞു പോകില്ല, പിന്നീട് അവിടെ ഇരുന്ന് പഴുക്കും. നിരന്തരമായി അട്ടയുടെ ആക്രമണം അനുഭവിക്കുന്ന ഒരു വയനാട്ടുകാരന്റെ ചെറുത്തുനിൽപ്പ് മാർഗമാണ് ഇത് തന്നെയാണ് ഞങ്ങൾ പ്രായോഗികമാക്കുന്നത്. ഈ കാണുന്ന വനഭൂമിയൊക്കെ നമ്മൾ ഇനി ഒരിക്കൽ ഇതുവഴി വരുമ്പോൾ ഉണ്ടാവില്ല. ഇവിടെ നിറയെ കൃഷിയായിരിക്കും, കാപ്പിയും കുരുമുളകും ഇഞ്ചിയും ഒക്കെ. അതിന് നടുക്കൊരു ചെറിയ കൂര ഉണ്ടാവും. കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യുന്നതിന് സൈവർ കൊടുക്കുന്ന സൗജന്യം. വനഭൂമി കൃഷിഭൂമി ആയിക്കഴിഞ്ഞാൽ അവനെ അവിടുന്ന് കുടിയിറക്കും. മണ്ണിനോടും മലയോടും മലമ്പനിയോടും ഏറ്റുമുട്ടി അവൻ മറ്റൊരിടത്ത് അധ്വാനം തുടങ്ങും. കാലാകാലങ്ങളായി സൈവറും ഇവിടുത്തെ മുതലാളിമാരും പ്രയോഗിക്കുന്ന തന്ത്രമാണത്. അതിന് പോലീസിന്റെയും സർക്കാരിന്റെയും പിന്തുണ. ഈ കർഷകരുടെയും തൊഴിലാളികളായ ആദിവാസികളുടെയും മോചനം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആളെ കൂട്ടാനോ ആളെ ചേർക്കാനോ ആയിട്ടൊന്നുമല്ല ഞാനിതൊക്കെ പറഞ്ഞത്. ഞങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്കുള്ള ധാരണ പിടിച്ചുപറിക്കാർ, മോഷ്ടാക്കൾ, കൊലപാതകികൾ എന്നൊക്കെയാണ്. ഭരണവർഗവും മുതലാളിമാരും അതങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത്. ജനങ്ങളിൽ നിന്നും ഞങ്ങളെ അകറ്റി നിർത്തുക, ഒറ്റപ്പെടുത്തുക, അതാണ് അവരുടെ ഉദ്ദേശം. രവീന്ദ്രൻ സാറിന്റെ കളിക്കൂട്ടുകാരിയല്ലേ ഈ സാറ? അവൾ എങ്ങനെ വിധവയായി? അവളുടെ ഭർത്താവ് എങ്ങനെ മരിച്ചു? മറ്റെല്ലാ പെൺകുട്ടികളെയും പോലെ അവളുടെ അച്ഛനമ്മമാർ അവളെ ഒരു യുവാവിന് വിവാഹം കഴിച്ചു കൊടുത്തു. താമരശ്ശേരിയിലെ കിടപ്പാടം വിറ്റുപറക്കി അയാൾ ഇവൾക്കൊപ്പം അധ്വാനിക്കാനുള്ള മനസ്സുമായി ഈ വയനാടൻ മലകൾ. കൈയോടെ പോയി മുതലാളിയെ കാണാം. കുറച്ചെന്റെ വീട്ടിലിരിക്കട്ടെ. അയ്യോ അമ്മേ, ഔ, തമ്പ്രാ, തമ്പ്രാ, കൊല്ലേന്ന് പറ. അയ്യോ, ആ, അയ്യോ, അയ്യോ, മതിയെടാ. തമ്പ്രാ, അയ്യോ, ഇനി അടിക്കണ്ട, തമ്പ്രാ, അവൻ ചത്തുപോകും. അയ്യോ, പാവം. അയ്യോ, എത്ര രൂപയാണ് അവൻ ഇനി തരാനുള്ളത് കുഞ്ചുനായരെ? 115 റുപ്യ. അത് തീരും വരെ പണിക്ക് വരുമെന്ന് ചോദിക്കണം ചാക്കോ. വന്നോളേ, വന്നോളേ, അവന്റെ കൂട്ടത്തിലെ എല്ലാവരുടെയും കണക്ക് നോക്കി വെച്ചോ കുഞ്ചുനായരെ. തമ്പ്രാ, ആ, അയ്യോ.